Welcome back. We come back to if. So two lessons, two qualities are explained. Almost two qualities are explained. Who is a perfect man? Who is a perfect man? What are the qualities expected in a perfect man? അപ്പോൾ അതിൽ നമ്മൾ രണ്ടാമത്തതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത്. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ്, ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ്, നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ. എപ്പോഴും വെൻ ഓൾ അറൗണ്ട് യു ഡൗട്ട് യു, വെൻ അതേഴ്സ് ഡൗട്ട് യു, മറ്റുള്ളവർ നിങ്ങളെ സംശയിക്കും പോലും, അവർക്ക് നിങ്ങളിൽ സംശയമുണ്ട്. പക്ഷേ അവർക്ക് നിങ്ങളിൽ സംശയമുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങൾക്ക് അറിയണം, മൈ ഹാൻഡ്സ് ആർ ക്ലീൻ, എൻ്റെ കൈകളിൽ പാപത്തിൻ്റെ കറയില്ല. മൈ മൈൻഡ് ഈസ് ക്ലീൻ, എൻ്റെ മനസ്സ് ശുദ്ധമാണ്. മറ്റുള്ളവർ പറയുന്നു ഇവൻ പാപിയാണ്, ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നിങ്ങൾക്കറിയാമായിരിക്കണം, നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടായിരിക്കണം, എൻ്റെ കയ്യിൽ പാപത്തിൻ്റെ കറയില്ല, ഞാൻ കുറ്റക്കാരനല്ല, ഐ ആം പെർഫെക്റ്റ്. അങ്ങനെ ഒരു ബോധം നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ ആ ബോധം അതുതന്നെയാണ് ഒരു പെർഫെക്റ്റ് മാൻ്റെ രണ്ടാമത്തെ ലക്ഷണം. എപ്പോഴും അവൻ അറിഞ്ഞിരിക്കണം അവനൊരു പെർഫെക്റ്റ് മാനാണ്, അവനെ വിശ്വാസം ഉണ്ടാവണം. അതാണ് രണ്ട്. അപ്പോൾ രണ്ടാമത്തത് കണ്ടീഷൻ ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് വെൻ ഓൾ മെൻ ഡൗട്ട് യു, വെൻ ഓൾ മെൻ ഡൗട്ട് യു, മറ്റുള്ളവർ സംശയിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ. എന്നിട്ട് മാത്രമല്ല നാലാമത്തെ വരി പറയുന്നുണ്ട്, ബട്ട് മേക്ക് അലവൻസ് ഫോർ ദെയർ ഡൗട്ടിങ് ടു. ഞാനതിൽ ഒരു വാക്കിൻ്റെ പകുതി മാത്രം എടുക്കുന്നു. അലവൻസ്, അലൗ, അവര് അലൗ ചെയ്തേക്കുക. സംശയിക്കണമെന്നുള്ളവര് സംശയിക്കാനായിട്ട് അനുവദിക്കുക. പലപ്പോഴും നമുക്ക് അറിയാം, നമ്മളെ ഒരാൾ സംശയിക്കുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് പറയും, നോ നോ നോ, യു ആർ റോങ്, ഐ എം നോട്ട് സച്ച് എ മാൻ, ഞാൻ അങ്ങനത്തെ മനുഷ്യനല്ല, എന്നെക്കുറിച്ച് നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത്, പ്ലീസ് കറക്റ്റ് യുവർ സെൽഫ് എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. പക്ഷേ പലപ്പോഴും നമുക്കറിയാം, ഇല്ല, ചേമ്പിൻ്റെ പുറത്ത് വീഴുന്ന വെള്ളം പോലെയാണ്, നമ്മൾ ഈ പറഞ്ഞാലൊന്നും അവർ വിശ്വസിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം റെഡ്യാർഡ് കിപ്ലിംഗ് പറയുന്നത് അറിയാമോ, സംശയിക്കുന്നവർ സംശയിക്കാൻ വിട്ടേക്കുക, അവരതിനെ അലവ് ചെയ്യുക. സംശയിക്കണം എന്നുള്ളവൻ സംശയിച്ചുകൊള്ളുക, എനിക്കൊന്നുമില്ല, കാരണം എനിക്കറിയാം, ഐ നോ ദാറ്റ് ഐ ആം കറക്റ്റ്, ഐ നോ ദാറ്റ് ഐ ആം പെർഫെക്റ്റ്, ഐ നോ മൈ ഹാൻഡ്സ് ആർ അൺബ്ലെമിഷ്ഡ്. എനിക്കറിയാം എൻ്റെ കൈകൾ പാപപങ്കിലമല്ല, കളങ്കരഹിതമാണ്. അൺബ്ലെമിഷ്ഡാണ്, കളങ്കരഹിതമാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിൻ്റെ മനസ്സിലറിയാം, ഈ ആളുകൾ എന്തോ പറഞ്ഞോട്ടെ, ഞാൻ അവരെ പറയുന്നതിന് എതിർക്കാനൊന്നും പോകുന്നില്ല, ഞാനിതിന് അവരുടെ പാട്ടിന് വിട്ടേക്കുന്നു. ഐ അലൗ ദം ടു ഡൗട്ട് മീ. അവരെന്നെ സംശയിക്കുന്നതിന് വേണ്ടി ഞാൻ അവരെ അനുവദിക്കുന്നു. ഞാൻ അനുവദിച്ചാലും അനുവദിച്ചില്ലെങ്കിലും ഡൗട്ട് ചെയ്യും. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, നിങ്ങൾ പറയുന്ന കുറ്റം ഞാൻ ചെയ്തിട്ടില്ല. ഐ നോ മൈസെൽഫ്, ഐ ട്രസ്റ്റ് മൈസെൽഫ്. അപ്പം അങ്ങനെ ഒരു ക്ലീൻ മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പെർഫെക്റ്റ് മാനാണ്. ഇപ്പം രണ്ട് കണ്ടീഷൻസ് പറഞ്ഞു കഴിഞ്ഞു. നമ്പർ 1, ഒന്നുകൂടെ ഓർമ്മിക്കുക, ഈ സ്റ്റാൻസയിലെ രണ്ട് കണ്ടീഷൻസാണ് ഇപ്പോൾ പറഞ്ഞത്. ആദ്യം പറഞ്ഞ കണ്ടീഷൻ എന്താണ്? ആദ്യം പറഞ്ഞ കണ്ടീഷൻ, ഇഫ് യു ക്യാൻ കീപ്പ് അപ്പ് യുവർ ഹെഡ്, നിങ്ങൾക്ക് നിങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കാൻ കഴിയുമെങ്കിൽ. ഇഫ് യു ക്യാൻ കീപ്പ് അപ്പ് യുവർ ഹെഡ് വെൻ ഓൾ അറൗണ്ട് യു ആർ ലോസിംഗ് ഡേയ്സ്, നിങ്ങളുടെ ചുറ്റുമുള്ളവരെല്ലാം അവരുടെ വ്യക്തിത്വം പല സിമ്പിൾ കാര്യങ്ങൾക്ക് വേണ്ടി, താൽക്കാലിക ലാഭത്തിന് വേണ്ടി പണയപ്പെടുത്തുമ്പോഴും, ഇഫ് യു ക്യാൻ കീപ്പ് അപ്പ് യുവർ ഹെഡ് യു ആർ എ പെർഫെക്റ്റ് മാൻ. ദാറ്റ് ഈസ് കണ്ടീഷൻ നമ്പർ 1. സെക്കൻഡ്, ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ്, നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ. എപ്പോഴും വെൻ ഓൾ അതേഴ്സ് ഡൗട്ട് യു, മറ്റുള്ളവർ നിങ്ങളെ സംശയിക്കുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം വേണം. വെൻ ഓൾ അതേഴ്സ് ഡൗട്ട് യു, അങ്ങനെ ഉണ്ടെങ്കിൽ യു ആർ എ പെർഫെക്റ്റ് മാൻ, നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. ദാറ്റ് ഈസ് കണ്ടീഷൻ നമ്പർ 2. വീണ്ടും പറയുന്നുണ്ട്, ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയർഡ് ബൈ വെയിറ്റിംഗ്. ഇഫ് യു ക്യാൻ വെയിറ്റ്, നിങ്ങൾക്ക് മൂന്നാമത്തെ കണ്ടീഷൻ, ഇഫ് യു ക്യാൻ വെയിറ്റ്, നിങ്ങൾക്ക് കാത്തിരിക്കാൻ കഴിയുമെങ്കിൽ. ഇഫ് യു ക്യാൻ വെയിറ്റ്, ഇഫ് യു ക്യാൻ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അറിയാമോ? നിങ്ങൾക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ട്. ആ ലക്ഷ്യസ്ഥാനത്ത് ഇന്നെത്തും അങ്ങനെ നിർബന്ധമൊന്നുമില്ല, നാളെ എത്തും അങ്ങനെ നിർബന്ധമില്ല, അടുത്ത വർഷം എത്തും, നോ, എത്ര വർഷം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കും.
എൻ്റെ ലക്ഷ്യത്തിലെത്താൻ ഐ വിൽ വെയിറ്റ് ആസ് മച്ച് ആസ് ഇയേഴ്സ്. ദാറ്റ് ഈസ് എ സ്ട്രോങ് ഡിറ്റർമിനേഷൻ. ഐ ആം റെഡി ടു വെയിറ്റ്. ഐ ആം റെഡി ടു വെയിറ്റ് ടിൽ ഐ ഗെറ്റ് മൈ എയിം, ടിൽ മൈ റീച്ച് മൈ ടാർഗറ്റ്. ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനം, ആ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് വേണ്ടി എത്ര വർഷം വേണമെങ്കിലും കാത്തിരിക്കുവാൻ തയ്യാറാണ്. അങ്ങനെ കാത്തിരിക്കുവാൻ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ, നമുക്കറിയാമല്ലോ, നമ്മൾ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതോ നമ്മൾ സ്വപ്നം കാണുന്നതോ ആയിട്ടുള്ള പല കാര്യങ്ങളും ഒരു രാത്രി നേരം വെളുക്കുമ്പോഴേ കിട്ടില്ല. നോ, അതിന് ഇറ്റ് മേ ടേക്ക് ഇയേഴ്സ്. ഇറ്റ് മേ ടേക്ക് ഇയേഴ്സ്. അപ്പം അങ്ങനെ ഇയേഴ്സ് എടുക്കുമ്പോൾ പലപ്പോഴും നമുക്കറിയാം നിരാശാബോധം മനസ്സിൽ വരും. ഡിസപ്പോയിൻമെൻറ്റ്. ദർ വിൽ ബി എ ഫീലിംഗ് ഓഫ് ഡിസപ്പോയിൻമെൻറ്റ്. നോ, ഒരു ഉത്തമ മനുഷ്യന് ആ നിരാശ എന്ന് പറയുന്ന വാക്കില്ല. അവൻ്റെ ഗുണം എന്താ അറിയാമോ? ഹി ഈസ് റെഡി ടു വെയിറ്റ് എനി നമ്പർ ഓഫ് ഇയേഴ്സ്. 1 year, 2 years, 3 years, 5 years, 10 years, 25 years. നമുക്കറിയാം നെൽസൺ മണ്ടേലയൊക്കെ ജയിലിൽ കിടന്നത് 1-2 വർഷം വേണ്ടിയല്ല. സൗത്ത് ആഫ്രിക്കയിൽ നെൽസൺ മണ്ടേലയൊക്കെ ജയിലിൽ കിടന്നത് 1-2 വർഷം വേണ്ടിയല്ല. സ്വാതന്ത്ര്യത്തിന് വേണ്ടി, വർണ്ണവിവേചനത്തിനായ സമരത്തിന് വേണ്ടി. ഗാന്ധിജിയെ പോലെയുള്ള ഇന്ത്യൻ സമര നേതാക്കൾ 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് പടപൊരുതിയല്ല സ്വാതന്ത്ര്യം നേടിയത്. ഇയേഴ്സിൻ്റെ ഹാർഡ് വർക്കാണ്. അവരൊക്കെ ക്ഷമയോടെ കാത്തിരുന്നവരാണ്. അങ്ങനെ ക്ഷമിച്ച് കാത്തിരിക്കുവാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ മൂന്നാമത്തെ ക്വാളിറ്റി. യു ആർ എ പെർഫെക്റ്റ് മാൻ. ഇഫ് യു ക്യാൻ വെയിറ്റ്, ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയേർഡ് ബൈ വെയിറ്റിംഗ്, and never be tired by waiting, tired of waiting. കാത്തിരുന്ന് മടുപ്പ് തോന്നരുത്. 1 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല, ഐ ആം ടയേർഡ്, ഐ ആം ഫെഡ് അപ്പ്. 2 വർഷം ആകുമ്പോഴേക്ക് ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല, ഐ ആം ടയേർഡ്. നോ 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 നോ. എടോ, ഒരു കാര്യം നമ്മൾ ലക്ഷ്യം വെച്ചാൽ എത്തും, എത്തണം, എത്തിക്കും. ഐ വിൽ റീച്ച് ദെയർ. എന്നവിടെ എത്തുമോ അന്ന് വരെ അതിനു വേണ്ടി കാത്തിരിക്കുവാൻ ഐ ആം റെഡി. അത് പറയുവാനുള്ളൊരു ചങ്കൂറ്റം അത് ആരോടും പറയുകയല്ല, നമ്മളോട് തന്നെ പറയുകയാണ്. ഞാൻ കാത്തിരുന്ന് നേടിയിരിക്കും. അത് ചെറിയ കാര്യമാകട്ടെ വലിയ കാര്യമായിക്കോട്ടെ, ഞാൻ നേടിയിരിക്കും. അങ്ങനെ പറയാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടോ? അങ്ങനെ പറയാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ യു ആർ എ പെർഫെക്റ്റ് മാൻ. നിങ്ങളൊരു പെർഫെക്റ്റ് മാനാണ്. അതാണ് ഇദ്ദേഹം വയ്ക്കുന്ന മൂന്നാമത്തെ കണ്ടീഷൻ. ആദ്യം ഞാൻ പറഞ്ഞ എന്താണ്? നമ്പർ 1 ആയിട്ട് അദ്ദേഹം പറഞ്ഞത്, ഇഫ് യു ക്യാൻ കീപ്പ് അപ്പ് യുവർ ഹെഡ്, നിങ്ങൾക്ക് നിങ്ങളുടെ തല ഉയർത്തി പിടിക്കാൻ കഴിയുമെങ്കിൽ. ഞാൻ സമ്മറൈസ് ചെയ്യുകയാണ്. ഇഫ് യു ക്യാൻ കീപ്പ് അപ്പ് യുവർ ഹെഡ്, യു ആർ എ പെർഫെക്റ്റ് മാൻ. രണ്ടാമത് പറഞ്ഞത്, ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ്, നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ യു ആർ എ പെർഫെക്റ്റ് മാൻ. മൂന്നാമത് പറയുന്നത്, ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ്, നിങ്ങൾക്ക് മൂന്നാമത് പറയുന്നത്, ഇഫ് യു ക്യാൻ വെയിറ്റ്, നിങ്ങൾ കാത്തിരിക്കാൻ കഴിയുമെങ്കിൽ യു ആർ എ പെർഫെക്റ്റ് മാൻ. ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയേർഡ് ആകരുത്. മടുത്തു, ക്ഷീണിച്ചു, ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ എന്ന് പറയാത്ത ഒരു മാനസികാവസ്ഥയുള്ള മനുഷ്യനാണ് നിങ്ങളെങ്കിൽ യു ആർ എ പെർഫെക്റ്റ് മാൻ. നിങ്ങളൊരു പെർഫെക്റ്റ് മാനാണ്. അങ്ങനെ കാത്തിരിക്കുവാനുള്ള മനസ്സുണ്ടെങ്കിൽ യു ആർ എ പെർഫെക്റ്റ് മാൻ. ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയേർഡ് ബൈ വെയിറ്റിംഗ്. ഓർ നാലാമത്തതിലേക്ക് വരുന്നു, ബീയിങ് ലൈഡ് അബൌട്ട്. നാലാമത്തെ പോയിന്റിലേക്ക് വരികയാണ്. ബീയിങ് ലൈഡ് അബൌട്ട്. ലൈ, കള്ളം പറയുക. അവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അറിയാമോ? പീപ്പിൾ മേ ടെൽ സോ മെനി ലൈസ് അബൌട്ട് യു. People may tell so many lies about you. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ആളുകൾ നിങ്ങളെക്കുറിച്ച് അനേകം കള്ളങ്ങൾ പറഞ്ഞേക്കാം, അപവാദങ്ങൾ പറഞ്ഞേക്കാം, അനാവശ്യങ്ങൾ പറഞ്ഞേക്കാം, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞേക്കാം. People may tell lies about you. This is life. നമ്മളാരും മറ്റുള്ള ആൾക്കാരുടെ നാക്ക് നമ്മുടെ കൺട്രോളിലല്ല. മറ്റുള്ള ആൾക്കാർ എന്ത് പറയണം പറയണ്ട എന്ന് തീരുമാനിക്കുന്ന നമ്മളല്ല, അത് അവരാണ്. ഒരുപക്ഷേ എന്ത് കാരണം കൊണ്ടും ആയിക്കോട്ടെ, ഒരുപാട് കള്ളക്കഥകളിൽ അവർ നിങ്ങളെ നായകന്റെ സ്ഥാനത്തോ നായികയുടെ സ്ഥാനത്തോ പ്രതിഷ്ഠിക്കുന്നുണ്ടാവും. They tell so many lies about you and they spread it.
അതിനെ നമ്മൾ അപവാദം പറയുക എന്നൊക്കെ പറയും. വാസ്തവത്തിൽ ഈ പറയുന്നതൊക്കെ വെറുതെയാണ്, അത് കള്ളമാണ്. നിങ്ങൾക്കറിയാം അവർ പറയുന്നതെല്ലാം കള്ളമാണെന്നറിയാം. പക്ഷേ ആളുകൾ they tell so many lies about you. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഇത് ജീവിതമാണ്. നമ്മളാരും മോഹിക്ക് നടക്ക് നേരെ പോകുന്ന സാധനമല്ല. പീപ്പിൾ മേ ടെൽ ലൈസ് അബൌട്ട് യു. ആളുകൾ നിങ്ങളെക്കുറിച്ച് കള്ളങ്ങൾ പറഞ്ഞേക്കാം. പക്ഷേ അദ്ദേഹം പറയുന്നറിയാമോ, ആളുകൾ നിങ്ങളെക്കുറിച്ച് കള്ളങ്ങൾ പറഞ്ഞേക്കാം, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അവിടെയാണ് പെർഫെക്റ്റ് മാൻ്റെ ക്വാളിറ്റി. ഡോണ്ട് ടെൽ, ഡീൽ ഇൻ ലൈസ്. ഡോണ്ട് ഡീൽ ഇൻ ലൈസ്. ഡോണ്ട് ഡീൽ ഇൻ. ഡീൽ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അടുത്ത് കൈകാര്യം ചെയ്യുക എന്നാണ്. നിങ്ങൾ ലൈസ് കൈകാര്യം ചെയ്യരുത്. ഡോണ്ട് ടെൽ ലൈസ് അബൌട്ട് ദം. People may tell lies about you, but don't tell lies about them. They tell lies about you, but you should not tell lies about them. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് അവർ കള്ളങ്ങൾ പറയുന്നു, പ്രചരിപ്പിക്കുന്നു. പക്ഷെ നിങ്ങൾ അവരെക്കുറിച്ച് കള്ളങ്ങൾ പറയുകയോ പ്രചരിപ്പിക്കാതിരിക്കുകയോ ചെയ്യുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ യു ആർ എ പെർഫെക്റ്റ് മാൻ. പണ്ടൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞു കേൾക്കാറും മലയാളത്തിൽ പറയുന്നതാണ്. എൻ്റെ മലയാള അർത്ഥവും പറയാറുണ്ട്. ടൂത്ത് ഫോർ ടൂത്ത് ആൻഡ് നെയിൽ ഫോർ നെയിൽ. പല്ലിന് പല്ല്, നഖത്തിന് നഖം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? എന്നെ പല്ല് ഉപയോഗിച്ച് കടിച്ചാൽ ഞാനും തിരിച്ച് പല്ല് ഉപയോഗിച്ച് കടിക്കും. എന്നെ നഖം വെച്ച് മാന്തിയാൽ ഞാനും മാന്തും. എന്നെ അടിച്ചാൽ ഞാനും അടിക്കും. ഇതൊരു സാധാരണ രീതിയാണ്. എന്നെ അടിച്ചാൽ ഞാനും അടിക്കും എന്ന് പറയുന്നത് സാധാരണ രീതിയാണ്. പക്ഷേ ഇത് പറയുന്നത് അങ്ങനെയല്ല. അവർ ചെയ്തോട്ടെ, പക്ഷെ നിങ്ങൾ ചെയ്യരുത്. കാരണം പണ്ട് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷെ അദ്ദേഹത്തെ ഒരുപാട് ആക്ഷേപിക്കുന്നത് പോലെയൊക്കെ സംസാരിച്ചുള്ളതാണ്. നമ്മുടെ ശത്രു നമ്മുടെ കരണത്തടിച്ചാൽ നിങ്ങൾ തിരിച്ച് മറുകരണം കാട്ടി കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. തിരിച്ച് ആ ശത്രുവിനെ അടിക്കരുത് എന്നാൽ മറ്റ് ഈ അർത്ഥത്തിലൊക്കെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം അറിയാമോ? അതിൻ്റെ ഒരു വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ശത്രു നമ്മളെ അടിച്ചു, അവനടിച്ചു, എന്തു കാര്യം കൊണ്ടും അടിച്ചു. അവൻ ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ വൃത്തികേടാണ്, അനാവശ്യമാണ്. നമ്മൾ തിരിച്ചടിച്ചു, നമ്മൾ ചെയ്തത് അനാവശ്യമല്ലേ? അവനോട് ക്ഷമിക്കാൻ കഴിയാതെ അവനെ നമ്മൾ തിരിച്ചടിക്കുമ്പോഴേക്ക് നമ്മൾ ചെയ്യുന്ന അനാവശ്യമല്ലേ? അതുകൊണ്ട് ടൂത്ത് ഫോർ ടൂത്ത് എന്ന് പറയുന്ന തിയറി സാധാരണക്കാരനായിക്കോട്ടെ, പക്ഷെ നിങ്ങളത് ചെയ്യരുത്. നിങ്ങളെക്കുറിച്ച് പീപ്പിൾ മേ ടെൽ ലൈസ് അബൌട്ട് യു. പീപ്പിൾ മേ ടെൽ ലൈസ് അബൌട്ട് യു, ബട്ട് നിങ്ങൾ മനസ്സിൽ ഒരു തീരുമാനം എടുക്കുക. ഐ വിൽ നോട്ട് ടെൽ ലൈസ് അബൌട്ട് ദം. whatever they say I will not tell lies about them. അവരെന്ത് പറഞ്ഞാലും ഞാൻ അവരെക്കുറിച്ച് കള്ളം പറയുന്ന പരിപാടിയേ ഇല്ല, അല്ലേ? കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ കാരണം. എന്നറിയാമോ? മൈ ഹാൻഡ്സ് ആർ ക്ലീൻ, മൈ മൈൻഡ് ഈസ് ക്ലീൻ, മൈ ടങ് ഈസ് ക്ലീൻ. എൻ്റെ നാവ് കൊണ്ട്, എൻ്റെ ഈ മനസ്സുകൊണ്ട് ഞാൻ പറയില്ല, ചിന്തിക്കില്ല, ആരെക്കുറിച്ചും ഞാൻ അപവാദങ്ങൾ പറയില്ല. അങ്ങനെ നിങ്ങൾക്ക് പെരുമാറാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് കണ്ടീഷൻ നമ്പർ 4. യു ആർ എ പെർഫെക്റ്റ് മാൻ. കണ്ടീഷൻ നമ്പർ 4, യു ആർ എ പെർഫെക്റ്റ് മാൻ. അതാണ് നിങ്ങൾക്ക് തരുന്ന 4ാമത്തെ സജഷൻ. ഹൂ ഈസ് എ പെർഫെക്റ്റ് മാൻ? നമ്പർ 1 ഞാനെല്ലാം ചെറിയ ഗുളിക രൂപത്തിൽ പറയുകയാണ്. ഇഫ് യു ക്യാൻ കീപ്പ് അപ്പ് യുവർ ഹെഡ്, if you can keep up your head, you are a perfect man. If you can trust yourself, you are a perfect man. If you can trust yourself, you are a perfect man. If you can wait, you are a perfect man. If you do not tell lies about others, you are a perfect man. അതാണ് 4ാമത്തത്. If you do not tell lies about others, you are a perfect man. മറ്റുള്ളവരെക്കുറിച്ച് അവരെന്തെല്ലാം കള്ളങ്ങൾ പറഞ്ഞാലും നിങ്ങൾ അവരെക്കുറിച്ച് കള്ളങ്ങൾ പറയാതിരിക്കുവാനുള്ള ആത്മധൈര്യം ഉണ്ടെങ്കിൽ യു ആർ എ പെർഫെക്റ്റ് മാൻ. ദാറ്റ് ഈസ് കണ്ടീഷൻ നമ്പർ 4. ഓർ ഇതേപോലെ തന്നെ അദ്ദേഹം ഒന്നുകൂടെ പറയുന്നുണ്ട്, ഓർ ബീയിങ് ഹേറ്റഡ്. ഹെയ്റ്റ് ഈസ് ഇക്വൽ ടു വെറുപ്പ്. പീപ്പിൾ മേ ഹെയ്റ്റ് യു. നമുക്കറിയാമല്ലോ, പീപ്പിൾ മേ ഹെയ്റ്റ് യു. ആളുകൾ നിങ്ങൾ ചിലപ്പോൾ ഹെയ്റ്റ് ചെയ്തേക്കും, വെറുത്തേക്കും. നമ്മൾ ആഗ്രഹിക്കുന്നറിയാമോ? എല്ലാവരും നമ്മളെ സ്നേഹിക്കണം,
അല്ലേ? സ്നേഹമാണല്ലോ നമ്മുടെ ബലഹീനത. എല്ലാ മനുഷ്യൻ്റെയും അത് തന്നെയാണ്. എല്ലാ ആൾക്കാരും അറിയാമോ? ഐ മസ്റ്റ് ബി ലവ്ഡ് ബൈ അതേഴ്സ്. പക്ഷെ പലപ്പോഴും നമുക്കറിയാം, കാരണങ്ങളില്ലാതെ തന്നെ, വ്യക്തമായ കാരണങ്ങളോ ന്യായീകരണങ്ങളോ ഇല്ലാതെ തന്നെ, there are occasions in which people hate us. People hate us for many reasons. ഒരു പക്ഷേ റീസൺസേ കാണില്ല. പല പല കാരണങ്ങൾ കൊണ്ടും അവർ ചിലപ്പോൾ നമ്മൾ വെറുത്തുനിന്ന് വന്നേക്കാം. എത്രയോ ആൾക്കാർ നമ്മൾ വെറുക്കുന്നുണ്ടാവും. നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ പോലും മനസ്സുകൊണ്ട് പലപ്പോഴും നമ്മൾ വെറുക്കുന്നുണ്ടാകാം. കാരണം അതൊക്കെ അങ്ങനെയാണ്. നമുക്ക് അവരുടെ മനസ്സ് കുത്തി നോക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പലരും നിങ്ങളെ ഹെയ്റ്റ് ചെയ്യുമ്പോൾ പോലും, ഞാൻ നേരത്തെ പറഞ്ഞറിയാമോ, ഡോണ്ട് ഗിവ് വേ ടു ഹെയ്റ്റിംഗ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ദൈവം പറയുന്നത്, നിങ്ങൾ ആ വികാരത്തിന് വഴി മാറിക്കൊടുക്കരുത്. ഡോണ്ട് ഗിവ് വേ, ഡോണ്ട് ഗിവ് വേ, വഴി മാറിക്കൊടുക്കരുത് ടു ഹെയ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, പീപ്പിൾ മേ ഹെയ്റ്റ് യു ബട്ട് യു ഷുഡ് നോട്ട് ഹെയ്റ്റ് ദം. പീപ്പിൾ മേ ഹെയ്റ്റ് യു ബട്ട് യു ഷുഡ് നോട്ട് ഹെയ്റ്റ് ദം. ആളുകൾ നിങ്ങളെ വെറുത്തേക്കാം, പക്ഷെ നിങ്ങൾ അവരെ വെറുക്കരുത്. അല്ലേ? എടോ, നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. നമ്മളെയൊക്കെ ചെറിയ മനുഷ്യരായതുകൊണ്ട് ഒരുപാട് തെറ്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു ഉത്തമ മനുഷ്യനാണെങ്കിൽ ഈ ലോകത്ത് ആരെ വെറുക്കാനാണ്? നമ്മളൊരു 10, 50, 60, 70, 80 വർഷം വരെ ഈ ഭൂമിയിൽ അതിഥിയെപ്പോലെ വന്ന് ജീവിക്കുന്നു. നാളെ നമ്മൾ പോകാൻ നിൽക്കുന്നവരാണ്. എല്ലാവരും നമ്മൾ അതേ അവസ്ഥയിലുള്ളവരാണ്. വൈ ഷുഡ് വി ഹെയ്റ്റ് ദം? നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ആർക്കും ആരോടും വെറുപ്പ് വേണ്ട. പക്ഷേ ഇതൊന്നും പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഒരു പെർഫെക്റ്റ് മാൻ ആണെങ്കിൽ അവനെങ്കിലും വെറുക്കാതിരിക്കാൻ കഴിവുള്ളവനായിരിക്കണം. സോ ഒരു പെർഫെക്റ്റ് മാൻ്റെ ക്വാളിറ്റി ഇതാണ്, പീപ്പിൾ മേ ഹെയ്റ്റ് യു ബട്ട് യു ഷുഡ് നോട്ട് ഹെയ്റ്റ് ദം. ഇപ്പോൾ ഞാൻ നേരത്തെ അവസാനം പറഞ്ഞ രണ്ടെണ്ണവും ഏതാണ്ട് ഒരേ തരത്തിലാണ്, ഒരേ തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ അവസാനം പറയുന്ന രണ്ടെണ്ണവും. ഒന്ന്, പീപ്പിൾ മേ ടെൽ ലൈസ് അബൌട്ട് യു, ഡോണ്ട് ടെൽ ലൈസ് അബൌട്ട് ദം. പീപ്പിൾ മേ ഹെയ്റ്റ് യു ബട്ട് ഡോണ്ട് ഹെയ്റ്റ് ദം. പീപ്പിൾ മേ ടെൽ ലൈസ് അബൌട്ട് യു, ആളുകൾ നിങ്ങളെക്കുറിച്ച് കള്ളങ്ങൾ പറഞ്ഞേക്കാം, ബട്ട് ഡോണ്ട് ടെൽ ലൈസ് അബൌട്ട് ദം. പക്ഷെ അവരെക്കുറിച്ച് നിങ്ങൾ കള്ളം പറയരുത്. പീപ്പിൾ മേ ഹെയ്റ്റ് യു, ആളുകൾ നിങ്ങളെ വെറുത്തേക്കാം, പക്ഷേ ഡോണ്ട് ഹെയ്റ്റ് ദം. നിങ്ങളെ വെറുക്കുന്നവരെ പോലും നിങ്ങൾ വെറുക്കരുത്. അല്ലേ? യേശുക്രിസ്തുവിൻ്റെ വചനം നമുക്ക് ഓർമ്മിക്കുക. ആ വചനം ഓർക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ. അല്ലേ? എന്താണെന്നറിയാമോ? അദ്ദേഹം അവസാന സന്ദർഭത്തിലും പറഞ്ഞത് ഇവർക്ക് മാപ്പ് കൊടുക്കണമേ എന്നാണ്. ഇവർക്ക് മാപ്പ് കൊടുക്കണമേ, അല്ലാതെ ദൈവമേ എന്നെ കല്ലെറിഞ്ഞ ഇവരെ ശിക്ഷിക്കണമേ എന്നല്ല, എന്നെ തൂക്കിലേറ്റിയ അവരെ ശിക്ഷിക്കണമേ എന്ന് അദ്ദേഹം പറഞ്ഞില്ല. ഇവർക്ക് മാപ്പ് കൊടുക്കണമേ എന്നേ പറഞ്ഞുള്ളൂ. അല്ലേ? കാരണം അറിവില്ലായ്മ കൊണ്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അവരുടെ തെറ്റുകൾ നമ്മളിലേക്ക് പകർത്താൻ ശ്രമിക്കരുത്. അതുകൊണ്ടാണ് ഈ രണ്ട് കണ്ടീഷൻസ് അദ്ദേഹം 4ാമത്തെ 5ാമത്തെ കണ്ടീഷൻസ് ആയിട്ട് പറയുന്നത്. പീപ്പിൾ മേ ടെൽ ലൈസ് അബൌട്ട് യു ബട്ട് ഡോണ്ട് ടെൽ ലൈസ് അബൌട്ട് ദം. പീപ്പിൾ മേ ഹെയ്റ്റ് യു ബട്ട് ഡോണ്ട് ഹെയ്റ്റ് ദം. ആളുകൾ നിങ്ങളെക്കുറിച്ച് കള്ളങ്ങൾ പറഞ്ഞേക്കാം, പക്ഷെ നിങ്ങൾ അവരെക്കുറിച്ച് കള്ളം പറയരുത്. ആളുകൾ നിങ്ങളെ വെറുത്തേക്കാം, പക്ഷെ നിങ്ങൾ അവരെ തിരിച്ചു വെറുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ യു ആർ എ പെർഫെക്റ്റ് മാൻ. എന്നിട്ടോ, or being hated, don't give way to hating, and yet don't look too good nor talk too wise. ഇനി രണ്ട് കണ്ടീഷൻസ് ഒറ്റ വരി പറയാണ്. ഡോണ്ട് ലുക്ക്, കാണപ്പെടരുത്, ഭാവിക്കരുത്, സീം ചെയ്യരുത്. SEM. പലരും ഭാവിക്കാറുണ്ട്. ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഭാവിക്കാറുണ്ട്. ഇദ്ദേഹം പറയുന്നറിയാമോ? നിങ്ങൾ ആരോട് ഉള്ളതേ കാണിക്കാവൂ. ആരോട് നിങ്ങൾ ഭാവിക്കരുത്. എന്ത് ഭാവിക്കരുത്? ഡോണ്ട് ലുക്ക്. എന്ത് ഭാവിക്കരുത്? ടു ഗുഡ് എന്ന് ഭാവിക്കരുത്. വളരെ നല്ലവൻ എന്ന് നിങ്ങൾ ഭാവിക്കരുത്. ടു ഗുഡ്. ഞാനൊരു നല്ല മനുഷ്യനാണ് കേട്ടോ. നമ്മൾ ആൾക്കാരുടെ മുമ്പിലൊക്കെ നമ്മൾ അങ്ങനെ ഭാവിച്ച് നടക്കുകയാണ്. ഞാനൊരു നല്ല മനുഷ്യനാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. ഐ എം എ വെരി ഡീസൻറ്റ് മാൻ, ഐ എം എ വെരി ഗുഡ് മാൻ.
എടോ, ഇങ്ങനൊരു ഭാവം നിങ്ങൾ മനസ്സിൽ വെക്കരുത് അല്ലേ. പണ്ട് ഈ വേദത്തിൽ പറയുന്നുണ്ട്, വേദത്തിൽ ഒരു ഭാഗത്ത് പറയുന്നറിയാമോ, ഈ അറിവ് കൂടുമ്പോൾ അതിൻ്റെ അറിവ് എന്ന് പറയുന്നതിന് ഒരു മാവിനോട് കമ്പയർ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഒരു മാവിൽ നിറയെ മാങ്ങ പിടിച്ചു കഴിഞ്ഞാൽ ആ കൊമ്പ് താഴേക്ക് താരും, കാരണം ഭാരം കൊണ്ട് താഴേക്ക് കുനിയും. ആ ഒരു എക്സാമ്പിൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. തല വിനീത ഭാവത്തിൽ വയ്ക്കാൻ പഠിക്കണം. നമ്മളാരോടും ഞാനൊരു പ്രകടനത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല. ഇദ്ദേഹത്തിൻ്റെ റെഡിയാർഡ് കിപ്ലിങ്ങിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആരെ മുമ്പ് എനിക്കൊന്നും ഭാവിക്കാനില്ല, ഞാനൊരു നല്ലവനാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, അങ്ങനെ നമ്മൾ ഭാവിക്കുന്നില്ല. ഞാനൊരു പാവം സാധാരണ മനുഷ്യൻ. ഐ എം എ വെരി വെരി സിമ്പിൾ മാൻ, ഐ എം എ വെരി ഓർഡിനറി മാൻ. ഒരു പക്ഷേ ആളുകൾ നിങ്ങളെക്കുറിച്ച് അങ്ങനെ ആയിരിക്കില്ല പറയുന്നത്, പക്ഷെ അപ്പോഴും നിങ്ങളുടെ മനസ്സിലും പെരുമാറ്റത്തിലും നിങ്ങൾ ഒരിക്കലും നല്ലവനാണ്, വലിയവനാണ്, കൂടിയവനാണ്, ബുദ്ധിമാനാണ്, പണ്ഡിതനാണ് എന്നൊരു ഭാവം നിങ്ങൾക്കുണ്ടാകരുത്. ഡോണ്ട് ലുക്ക് ടു ഗുഡ്, വളരെ നല്ലവനാണ് എന്നൊരു ഭാവം നിങ്ങൾ കാണിക്കരുത്. ഡോണ്ട് ടോക്ക്, സംസാരത്തിലും വരരുത്. ടു വൈസ്, വളരെ പണ്ഡിതനാണ് എന്ന ഭാവേന നിങ്ങൾ സംസാരിക്കരുത്. ഡോണ്ട് ലുക്ക് ടു വൈസ് എന്ന് പറഞ്ഞാൽ നല്ലവനാണ് എന്ന ഭാവത്തിൽ നിങ്ങൾ പെരുമാറരുത്, വളരെ പണ്ഡിതനാണ് എന്ന് പറയുന്ന ഭാവത്തിൽ നിങ്ങൾ സംസാരിക്കരുത്. എടോ, ഇതൊക്കെ ആണ് നിങ്ങൾ. ആക്ച്വലി യു ആർ എ വൈസ് മാൻ. അത് എല്ലാവർക്കും അറിയാം, യു ആർ എ വൈസ് മാൻ എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആയിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഭാവം വരരുത്. നിങ്ങൾ നാക്കിലോ വാക്കിലോ പെരുമാറ്റത്തിലോ എപ്പോഴും ഒരു ഹംബിൾനെസ്, ഒരു സിംപ്ലിസിറ്റി, ഒരു ഹംബിൾനെസ് അത് നമുക്ക് നിലനിർത്താൻ കഴിയണം. ഒരു ലാളിത്യം, ഒരു എളിമത, ഒരു വിനയം. അല്ലാതെ ഒരു തലക്കനം. നമ്മൾ പറയുമല്ലോ ഹെഡ് വെയ്റ്റ്. നോ, നെവർ ഷോ ഹെഡ് വെയ്റ്റ്. അത് സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ചാണെങ്കിലും ശരി, സ്വന്തം ബുദ്ധിയെക്കുറിച്ചാണെങ്കിലും ശരി, ഒരിക്കലും അതുണ്ടാകാതിരിക്കട്ടെ. ഡോണ്ട് ഷോ എനി കൈൻഡ് ഓഫ് ഹെഡ് വെയ്റ്റ്. ഇതാണ് അദ്ദേഹം പറയുന്ന ഈ സ്റ്റാൻസയിലെ അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അവസാനത്തെ ലൈൻ ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. ഡോണ്ട് ലുക്ക്, കാണപ്പെടരുത്. ഡോണ്ട് സീം ടു ഗുഡ്, വളരെ നല്ലവൻ എന്ന് നിങ്ങൾ കാണപ്പെടരുത്. ഡോണ്ട് ടോക്ക്, വളരെ നല്ലവൻ എന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കരുത്. അപ്പോൾ ഒരു സ്റ്റാൻസ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അവിടെ എത്ര കണ്ടീഷൻസ് പറഞ്ഞു? ഒന്നാമത്തെ കണ്ടീഷൻ ഞാൻ സമപ്പ് ചെയ്യുകയാണ്. ഒന്നാമത്തെ കണ്ടീഷൻസ്, ഇഫ് യു ക്യാൻ കീപ്പ് അപ്പ് യുവർ ഹെഡ്. നമ്പർ 1, ഇഫ് യു ക്യാൻ കീപ്പ് അപ്പ് യുവർ ഹെഡ്, നിങ്ങൾക്ക് നിങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കാൻ കഴിയുമെങ്കിൽ. 2, ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ്, ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ്. 3, ഇഫ് യു ക്യാൻ വെയിറ്റ്. അല്ലേ? 3, ഇഫ് യു ക്യാൻ വെയിറ്റ്. 4, if you do not tell lies about others. 4, if you do not tell lies about others. 5, if you do not hate others. If you do not hate others. 5. അതുപോലെ അങ്ങനെയൊക്കെ ചെയ്യുന്നവനാണെങ്കിൽ യു ആർ എ പെർഫെക്റ്റ് മാൻ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റാൻസയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇഫ് യു ക്യാൻ കീപ്പ് അപ്പ് യുവർ ഹെഡ്, നിങ്ങൾക്ക് നിങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കാൻ കഴിയുമെങ്കിൽ. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ്, നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ. ഇഫ് യു ക്യാൻ വെയിറ്റ്, നിങ്ങൾ കാത്തിരിക്കുവാനുള്ള മനോഭാവം ഉണ്ടെങ്കിൽ. ഇഫ് യു ഡോണ്ട് ടെൽ ലൈസ് അബൌട്ട് ദം, മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ കള്ളം പറയുന്നില്ലെങ്കിൽ. ഇഫ് യു ഡോണ്ട് ഹേറ്റ് അതേഴ്സ്, നിങ്ങൾ മറ്റുള്ളവരെ വെറുക്കുന്നില്ലെങ്കിൽ യു ആർ എ പെർഫെക്റ്റ് മാൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ യു ആർ എ പെർഫെക്റ്റ് മാൻ. ഇനി 2 കാര്യങ്ങളും കൂടെ. 1, ഒരിക്കലും നിങ്ങൾ ഈ ഭാവം കാണിക്കരുത്. ഡോണ്ട് ലുക്ക് ടു ഗുഡ്, വളരെ നല്ലവരെന്ന് ഭാവിക്കരുത്. ഡോണ്ട് ടോക്ക് ടു വൈസ്, വളരെ പണ്ഡിതനാണ് എന്ന ഭാവേന മറ്റുള്ളവരെ മുമ്പിൽ നിങ്ങൾ സംസാരിക്കരുത്. എപ്പോഴും ട്രൈ ടു കീപ്പ് ഞാൻ പറഞ്ഞ വാക്കുണ്ടല്ലോ, ട്രൈ ടു കീപ്പ് സിംപ്ലിസിറ്റി ഓർ എ ഹംബിൾനെസ്, ഒരു ലാളിത്യം, എളിമ ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻസ് ആർക്ക് പാലിക്കുവാൻ കഴിയുന്നുവോ ഈസ് എ പെർഫെക്റ്റ് മാൻ എന്നാണ് റെഡിയാർഡ് കിപ്ലിംഗ് ഈ സ്റ്റാൻസയിൽ പറയുന്നത്. ഇപ്പോൾ 8 വരികളായിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റാൻസ കംപ്ലീറ്റഡ് ആയി.